ഹായ് ഗൈസ്, ക്രിയേഷനെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു LED റോപ്പ് പോലെ നമ്മൾ ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമുക്ക് സാധാരണ കടയിൽ നിന്ന് കിട്ടുന്ന LED റോപ്പ് എന്ന് പറയുന്നത് സ്ട്രിപ്പിൻ്റെയാണ്. സ്ട്രിപ്പ് ലൈറ്റ് വെച്ചിട്ട് പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ പോയ ടൈപ്പാണ്. അപ്പോൾ നമ്മളതുപോലെ LED ബൾബ് വെച്ചൊന്ന് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതിങ്ങനെയാണ് നിർത്തിയിട്ട് കാണുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ സീരീസ് മാല ഉണ്ടാക്കണ പോലെ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഇത് കുറച്ചും കൂടിയും വില കുറവാണ്, കുറച്ചുകൂടിയും നമുക്ക് ഉണ്ടാക്കാൻ എളുപ്പമാണ്, പെട്ടെന്ന് സമയത്തിൽ ഉണ്ടാക്കി കഴിയും. നമുക്കൊരു 5-6 വർഷം സുഖമായിട്ട് ഉപയോഗിക്കാം, ഡാമേജ് ഒന്നും ഉണ്ടാകത്തില്ല. ആ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഇത് വെള്ളത്തിൽ കൊണ്ടാലും അല്ലെങ്കിൽ മഴ കൊണ്ടാലും വലിയ പ്രശ്നം വരുന്നില്ല. വാട്ടർ പ്രൂഫാണെന്ന് വേണമെങ്കിൽ പറയാം. അതിനുള്ളിൽ വെള്ളം കയറാത്ത രീതിയിലാണ് നമ്മളത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കി വെക്കാം. അപ്പോൾ ഇത് ലൈറ്റ് ഇടാണ്ടിരിക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്താൽ മതി, നമ്മളതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മുടെ അടുത്തുള്ള LED ബൾബ്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്തുള്ള വയറെന്ന് പറയുന്ന വയറ് ചീപ്പ് വയറാണ്. അപ്പോൾ ഇതിൻ്റെ അളവൊക്കെ കൊടുത്തിട്ടുണ്ട്. 7 കമ്പിയുടെ വയറ് തന്നെയാണ്, പക്ഷേ ഒരു 92 മീറ്ററുള്ള ഒരു ചെറിയ കോയിലാണ് എടുത്തിരിക്കുന്നത്. ഒരു 150 രൂപ 140 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. ഇത് ചെമ്പല്ല, അലുമിനിയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വയറുടെ വണ്ണം ഇതിൻ്റെ വണ്ണം തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അവിടെ മറ്റേത് ഫുൾ ചെമ്പാണ്, ഇത് ചെമ്പല്ല. അപ്പോൾ ഇതിൻ്റെ വണ്ണത്തിൽ വളരെ വ്യത്യാസം വരുന്നുണ്ട് ഇതിലും. അപ്പോൾ നമ്മൾ ഏകദേശം കോസ്റ്റ് കുറയ്ക്കാം എന്നൊരു രീതിയിലാണ് നമ്മൾ ഈ വയർ എടുത്തിരിക്കുന്നത്. മറ്റേ വയറെല്ലാം വെച്ചുണ്ടാക്കാം. നമ്മളെടുത്തിരിക്കുന്നത് 5mm ഗോൾഡൻ വാം കളറാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം 80 പൈസയൊക്കെ വില വരുന്ന ഒരു ബൾബാണ്. അപ്പോൾ നമ്മളതൊരു ബാറ്ററി വെച്ചിൻ്റെ കളർ ഇങ്ങനെ നോക്കാൻ ഗോൾഡൻ വാമാണ് എടുത്തിരിക്കുന്നത്. പെട്ടെന്ന് കാണുമ്പോൾ മഞ്ഞാണെന്ന് തോന്നിയാലും നമുക്ക് ജസ്റ്റ് ഗോൾഡൻ വാമാണ്. നല്ലൊരു കളറാണ്, കറക്റ്റ് ഗോൾഡിൻ്റെ കളറായിട്ടാണ് കിട്ടുന്നത്. ഗോൾഡൻ വാം കളറാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബൾബ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് പാക്കറ്റ് എടുക്കുമ്പോൾ 50 പൈസ വെച്ച് തന്നെ റേറ്റ് വരുന്നുണ്ട്. ലൂസാകുമ്പോൾ ഒരു 65 പൈസ ലെവലിൽ നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ വയറൊക്കെ കട്ട് ചെയ്യണം. ഇപ്പോൾ ഒരു 20 സെൻറ്റിമീറ്റർ നീളത്തിൽ നമ്മളൊരു 60 വയറ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഹീറ്റ് സ്ലീവ് വേണം. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഹീറ്റ് സ്ലീവാണ് എടുത്തിരിക്കുന്നത്. മീറ്ററിന് ഒരു 10 രൂപ 11 രൂപ വില വരുന്ന സ്ലീവാണ്. അപ്പോൾ നമ്മൾ സ്ലീവ് 2 സെൻറ്റിമീറ്റർ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ വയറ നേരത്തെ പറഞ്ഞ പോലെ 20 സെൻറ്റിമീറ്റർ നീളത്തിൽ നമ്മൾ കട്ട് ചെയ്ത് തുമ്പൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ LED ബൾബിൻ്റെ കാല് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, സാധാരണ നമ്മൾ മാല ബൾബൊക്കെ ഉണ്ടാക്കണ പോലെ. പിന്നെ നമുക്കിനി സോൾഡർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ എങ്ങനെയാണ് ബാക്കി ഞങ്ങൾ നോക്കാം. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അതിനെ നമ്മൾ സാധാരണ മാല ബൾബിൻ്റെ പോലെ 2 ഇതിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ പോസിറ്റീവാണ് കോമൺ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. സെയിം കളറുള്ള വയർ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കെട്ടിട്ടിട്ട് ഉള്ളിൽ സ്ലീവ് ഇട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് ബൾബ് പുറത്തേക്ക് തള്ളിയ രീതിയിലാണ് ഞാൻ ഇതിൽ വെച്ചിരിക്കുന്നത്. കെട്ട് ഉള്ളിൽ പോയ രീതിയിലുമാണ്. എന്നാൽ മാത്രമാണ് നമുക്കിതിൽ വെള്ളം കയറാത്ത രീതിയിലും കുറച്ച് ടൈറ്റായിട്ടൊക്കെ ഇരിക്കുള്ളൂ. പെട്ടെന്ന് വലിച്ചു കഴിഞ്ഞാൽ പൊട്ടാൻ പാടില്ലല്ലോ. അപ്പോൾ ഞാൻ ഈ വയറൊക്കെ മുന്നേ ഉപയോഗിച്ചതാണ്, നമുക്ക് പ്രശ്നമൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ അത് ഈ ഒരു രീതിയിലാണ് വെച്ചിരിക്കുന്നത്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു വരേര ഭാഗത്ത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്ത് നോക്കി നോക്കാം. നമ്മളത് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഒന്നുമില്ല എന്ന പോലെ തോന്നും. കാരണം ട്രാൻസ്പെറൻ്റായ സ്ലീവ് ഇട്ടിട്ടാണ്. ട്രാൻസ്പെറൻറ്റ് ഇട്ടതിൻ്റെ കാരണം എന്തെങ്കിലും ഡാമേജ് വയർ അങ്ങനെ വിട്ട് പോവുകയാണെങ്കിൽ പോകാൻ ചാൻസ് വളരെ കുറവാണ്, നമുക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഫസ്റ്റ് ബൾബ്. അപ്പോൾ രണ്ടാമത്തെ ബൾബാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. രണ്ടാമത്തെ ബൾബും നല്ല സീരിയസ് കണക്ഷൻ തന്നെയാണ്. അപ്പോൾ മുന്നത്തെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുക്കാം. അപ്പോൾ കാണാത്തവരാണെങ്കിൽ കാണാം. ആ ബൾബ് ഇങ്ങനെ ഉണ്ടാക്കാന്നുള്ള വീഡിയോ നമ്മൾ മുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ സാധനങ്ങളും എവിടെ നിന്ന് കിട്ടണമെന്ന് ഉള്ള വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു മുന്നേ. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നതാണ്, ലിങ്ക് കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തെ നമ്മൾ സ്ലീവ് ചൂടാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഏകദേശം പണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതേപോലെ ആയിരിക്കും. നമുക്ക് എടുത്ത് വയ്ക്കാൻ വളരെ എളുപ്പമാണ്. പെട്ടെന്ന് കെട്ടൊന്നും പണിയില്ല, വലിച്ചാൽ ഡാമേജ് ഒന്നും വരില്ല. മഴയത്തിട്ടാലും നമുക്ക് വലിയ പ്രശ്നം വരുന്നില്ല, അതിൽ ഷോക്കും അടിക്കില്ല. നല്ല സ്ലീവ് ഇട്ടിട്ട് കാണാൻ കുറച്ചൊരു ഭംഗിയാണ്. നമുക്ക് ഏകദേശം ഒരു മിർച്ചി ലൈറ്റിൻ്റെ എഫക്റ്റൊക്കെ നമുക്ക് കിട്ടും ഇതിട്ട് കഴിഞ്ഞാൽ. പിന്നെ നമുക്ക് 4-5 വർഷം ഉപയോഗിക്കാം. മിർച്ചിക്കാണ് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ കംപ്ലൈൻ്റ് ആയി പോകും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. എന്തെങ്കിലും എല്ലാവരും ചെയ്ത് വെക്കാം. താങ്ക് യു.